ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജോർദൻ പീറ്റേഴ്സന്റെ വളരെ ഫേമസ് ആയ ഈ ഒരു കോട്ടൊന്ന് കേട്ടു നോക്കൂ. എ ഹാംലെസ് മാൻ ഈസ് നോട്ട് എ ഗുഡ് മാൻ. എ ഗുഡ് മാൻ ഈസ് എ വെരി ഡേഞ്ചറസ് മാൻ ഹൂ ഹാസ് ദാറ്റ് അണ്ടർ വോളണ്ടറി കൺട്രോൾ. ഇന്നത്തെ കാലത്ത് മെയിൽസ് വളരെ ഡേഞ്ചറസ് മെയിൽസ് ആയിട്ടിരിക്കണം. ഒരിക്കലും വളരെ സോഫ്റ്റ് ആൻഡ് ഹാംലെസ് ബോയെ പോലെ ഇരിക്കരുത്. എന്നാൽ ഹിസ്റ്ററി മുതൽ ഇതുവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മെയിലും ഹാംലെസ് ആൻഡ് വീക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നാൽ മറ്റുള്ളവർ അവരെ അടിച്ചമർത്തുമ്പോഴും ഡോമിനേറ്റ് ചെയ്യുമ്പോഴുമൊക്കെ അവർ വളരെ നിസ്സഹരായി നിൽക്കുന്നു. ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ബട്ട് ഓരോ മെയിലും അവരുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ അവരെ കണ്ട് ഭയപ്പെടണം, റെസ്പെക്റ്റ് ചെയ്യണം, കൂട്ടത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് മെൻ ആയിരിക്കണം എന്നാണ്. എന്നാൽ ഈ ഒരു സൊസൈറ്റി ഒരിക്കലും നിങ്ങളെ ഇതുപോലെ ആകാൻ അനുവദിക്കില്ല. കാരണം അവർ നിങ്ങളോട് പറയുന്നത് ഒരു ഡേഞ്ചറസ് മെൻ ആവുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു മോശപ്പെട്ട ആളാവുക എന്നുള്ളതാണ് എന്നാണ്. എന്നാൽ ഇത് സത്യമല്ല. റിയാലിറ്റി എന്താണെന്നാൽ ആരാണോ വളരെ റെസ്പെക്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അയാൾ തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് മെയിലായിട്ട് മാറിയിരിക്കണം. കാരണം ഡേഞ്ചർ ആൻഡ് റെസ്പെക്റ്റ് എന്നുള്ളത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഡേഞ്ചറസ് മാൻ്റെ പവർ എങ്ങനെയായിരിക്കുമെന്നാൽ ഇത് നിങ്ങൾ അവരുടെ ഓറയിൽ നിന്ന് ഫീൽ ചെയ്യും. ഒരു റിയൽ ഡേഞ്ചറസ് മാൻ ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല. അതായത് അയാൾ ഒരിക്കലും സ്വയം താനൊരു ഹൈ വാല്യൂ ഡേഞ്ചറസ് മെൻ ആണെന്ന് ഉറക്കെ വിളിച്ചു പറയില്ല. ആക്ച്വലി ഇങ്ങനെയുള്ള ആളുകൾ വെറും ഹാംലെസ് ആൻഡ് വീക്ക് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. ആർക്ക് വേണമെങ്കിലും ഇവരെ അടിച്ചമർത്താം. അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, വെറും ഷോ ഓഫ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഒരു റിയൽ ഡേഞ്ചറസ് മാൻ എങ്ങനെയായിരിക്കുമെന്നാൽ അയാൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തനായിരിക്കും. എന്നാൽ തൻ്റെ ശക്തിയെ വെറുതെ പുറമേ ഷോ ഓഫ് ചെയ്യില്ല. അവർ തൻ്റെ ഈ ശക്തിയുടെ കൂടെ പീസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് വളരെ സൈലൻ്റ് ആയിരിക്കും. ഡേഞ്ചറസ് ആകുന്നതിനർത്ഥം നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആകണം എന്നുള്ളതല്ല. ഒരാളുടെ സൈസ്, ഫിസിക് ഇത് വെച്ചുകൊണ്ട് മാത്രം അയാൾക്ക് ഡേഞ്ചറസ് ആകാൻ സാധിക്കില്ല. പല ആളുകളും കാഴ്ചയിൽ വളരെ ശക്തനായി തോന്നും, എന്നാൽ അയാളുടെ ബുദ്ധിശക്തിയിൽ അയാൾ വളരെ ബലഹീനനായിരിക്കും. ഇയാളെ ആർക്ക് വേണമെങ്കിലും ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കീഴടക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ 4 പവർഫുൾ ട്രൈറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങളെ മോസ്റ്റ് ഡേഞ്ചറസ് മെയിലാക്കി മാറ്റും. നമ്പർ 1, ആർട്ടിക്കുലേറ്റ് യുവർ തോട്ട്സ്. ഒരു ഡേഞ്ചറസ് മാൻ എങ്ങനെയായിരിക്കുമെന്നാൽ അവർ അവരുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസിനെ വളരെ ക്ലിയർ ആൻഡ് എഫിഷ്യൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കും. മനുഷ്യർ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടാണ് ഭയപ്പെടുക. ആർക്കാണോ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അവരെ. ഇവർക്ക് ഇവരുടെ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ആരുടെ മൈൻഡ് സെറ്റും മാറ്റാൻ സാധിക്കും, ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് ആൻഡ്രൂ ടേറ്റിനെ പലരും ഭയപ്പെടുന്നത്. അദ്ദേഹം ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ്. കാരണം അദ്ദേഹം ഒരു MMA ഫൈറ്റർ ആയിരുന്നു ആൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാടധികം പണമുണ്ട്. എന്നാൽ ആരും അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് കണ്ടോ പണം കണ്ടോ അല്ല അദ്ദേഹത്തെ ഭയപ്പെടുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയ വാക്കുകൾ കേട്ടാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാൻ ഏതൊരാളും 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കും. ഫിസിക്കലി അല്ല, ഈവൻ മെൻ്റലി ആണെങ്കിലും. അദ്ദേഹം തൻ്റെ തോട്ട്സ് ആൻഡ് ഐഡിയാസിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തെ ഒരു ഡേഞ്ചറസ് മെൻ ആക്കി മാറ്റുന്നത്. ഇതേ സെയിം കാര്യം നിങ്ങൾക്ക് ജോർദൻ പീറ്റേഴ്സണിലും കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ബിലീവ്സ് ഇതിനെയൊക്കെ ആര് ചലഞ്ച് ചെയ്താലും ഒരു ഇഞ്ച് പോലും അദ്ദേഹം പതറില്ല. അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമെന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ നിൽക്കുന്ന ആളുകൾ പോലും തോൽവി സമ്മതിച്ചു പോകും. നിങ്ങൾ ഈ ഒരു ക്ലിപ്പിൽ നമ്മളെ CGI ചന്ദ്രചൗധ് പറയുന്നത് കേട്ടു നോക്കൂ. അദ്ദേഹം എങ്ങനെയാണ് ക്രിറ്റിസൈസത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഓരോ വേർഡ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. Justice Nariman, your former colleague and your former senior also, his father Fali Nariman, they have spoken publicly criticizing the judgment on 370. So how do you respond to that criticism? Etisham, a judge who decides a case speaks through their judgments. ഒരുപാട് മെയിൽസ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ എന്ന കലയ്ക്ക് ഇത്രയേറെ പവർ ഉണ്ട് എന്ന്. പണ്ട് കാലത്ത് ഡേഞ്ചറസ് ആവുക എന്നുള്ളതിൻ്റെ അർത്ഥം ആരാണോ മറ്റുള്ളവരെക്കാളും ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്, ആരാണോ ഒരു യുദ്ധം വിജയിച്ചു വരുന്നത് അവരായിരുന്നു. അയാൾക്ക് എല്ലാവരിൽ നിന്നും റെസ്പെക്റ്റ് ലഭിക്കും, എല്ലാവരും അയാളെ കണ്ട് ഭയപ്പെടും. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ വേൾഡിൽ ആരാണ് വളരെ പവർഫുള്ളായ പേഴ്സൺ എന്നാൽ ആക്ച്വലി ഇത് തീരുമാനിക്കുന്നത് ഒരാളുടെ
തോട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പവറിനെ ബേസ് ചെയ്താണ്. ഒരാൾ ഇതിൽ വീക്കാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി അയാളെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യില്ല. ഫ്രണ്ട്സ്, നിങ്ങളാരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം തകർന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കായിട്ട് നമ്മുടെ മെൻറ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ആ ഒരു പേഴ്സണൽ മെൻറ്റർ ഡെയിലി നിങ്ങളുടെ പ്രോഗ്രസ് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും. സോ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, പവർ ടു ഇൻഫ്ലുവൻസ്. ഒരു ഡേഞ്ചറസ് മാനിൽ ഈ ഒരു പവർ ഉണ്ടായിരിക്കും. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അവരുടെ സമ്മതത്തോടു കൂടി ഇവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിക്കും. ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ്, മീഡിയ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് ആളുകളുടെ മേലെ വളരെയധികം കൂടുതലാണ്. അവരാഗ്രഹിച്ച രീതിയിൽ ആളുകളുടെ ചിന്തകളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ, ഇവർ എത്ര പവർഫുൾ ആണെന്ന്. ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇവർക്ക് നിങ്ങളെ ഒരു ഹീറോ ആക്കി മാറ്റാനും സാധിക്കും. സോ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്താൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കൈവശം എങ്ങനെയുള്ള ഒരു പവർ ഉണ്ടായിരിക്കുമെന്നാൽ ആക്ച്വലി ഇത് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു പണ്ട് കാലത്തെ ആളുകൾ വലിയ ആർമിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾ വളരെ പവർഫുൾ ആയിട്ട് മാറും, ഒരുപാട് ആളുകൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ നിങ്ങളുടെ തോട്ട്സിനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവർ ഓരോ ഫൈറ്റിലും നിങ്ങൾക്ക് വേണ്ടി വാരിയേഴ്സിനെ പോലെ പോരാടും. ഒരു കൂട്ടം നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകളെ കേൾക്കാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്പർ 3, ഇൻവിസിബിലിറ്റി. ഇന്ന് ഒരുപാട് ആളുകൾ അവരുടെ പേഴ്സണൽ ലൈഫ് അടക്കം അവരുടെ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഇവർ മാത്രമാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. എന്നാൽ നിങ്ങൾ വെറും മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്ര നല്ലതാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒരു വൾണറബിൾ സിറ്റുവേഷനിലേക്ക് തള്ളിയിടുന്നു. കാരണം ഒരു ഡേഞ്ചറസ് മാൻ അയാളെ പറ്റി ആർക്കും മനസ്സിലാക്കാനുള്ള അവസരം നൽകില്ല. എസ്പെഷ്യലി അയാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി. മറ്റുള്ളവരുടെ പക്കൽ നിങ്ങളെപ്പറ്റി എത്ര ഇൻഫർമേഷൻസ് ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരാളെ പറ്റി നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രത്തോളം തന്നെ ഈസി ആയിരിക്കും അയാളെ കൺട്രോൾ ചെയ്യാനും. ഇപ്പോൾ ഗൂഗിൾ, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ കമ്പനീസ് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ആഡ്സ്, വീഡിയോസ് ഇതെല്ലാം നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾ തന്നെയാണ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, ഏറ്റവും ഡേഞ്ചറസ് ആയ പേഴ്സൺ ആരായിരിക്കുമെന്ന്. ആർക്കാണോ തൻ്റെ ഒപ്പോണൻറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്നത്, അതായത് അവരുടെ നെക്സ്റ്റ് മൂവ്, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ ലൈക്സ്, ഡിസ്ലൈക്സ് ഇതെല്ലാം മനസ്സിലാക്കിയവരാണ്. ഇന്ന് സൊസൈറ്റിയിൽ അറ്റൻഷനാണ് ഏറ്റവും വലിയ കറൻസി എന്നുള്ളത്. അത് നിങ്ങൾ ചിലവഴിക്കുകയാണോ അതോ സേവ് ചെയ്യുകയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതൊരു കാര്യമാണോ വളരെ സീക്രട്ട് ആൻഡ് മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുന്നത് ആളുകൾക്ക് അതേപ്പറ്റി അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് അതേപ്പറ്റി ഒരു ഭയവും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഹീറോയും ഈ ഒരു വില്ലനോട് തോറ്റുപോകും. ആരെയാണോ അയാൾ വളരെയധികം വില കുറച്ച് കണ്ടത്. കാരണം അയാളെപ്പറ്റി ഒന്നും തന്നെ നിങ്ങളുടെ ഹീറോയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല, അയാൾ എപ്പോൾ എന്ത് ചെയ്യുമെന്ന്. സോ ഇതെല്ലാം അയാളുടെ പവറാണ്. ഇതിനെ എപ്പോഴും അയാൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും. സോ ഒരു തുറന്ന പുസ്തകമായി എപ്പോഴും ഇരിക്കാതിരിക്കുക, ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിട്ട് നിലകൊള്ളുക. മറ്റാളുകൾക്ക് നിങ്ങളെപ്പറ്റി അധികമൊന്നും മനസ്സിലാകരുത്. നമ്പർ 4, ചേഞ്ച് പീപ്പിൾ പെർസെപ്ഷൻ ഓഫ് യു. ഒരു ഡേഞ്ചറസ് മാൻ എപ്പോഴാണോ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അയാൾ ഈ ഒരു ലോകത്തിൻ്റെ മുന്നിൽ തന്നെ സ്ട്രോങ് ആയിട്ട് കാണിക്കും. ആൻഡ് താൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ പുറമേക്ക് അയാൾ തന്നെ വീക്കായിട്ടും കാണിക്കും. നിങ്ങളെ തന്നെ സീക്രട്ട് ആൻഡ് അൺപ്രിപ്പയർഡ് ആയിട്ട് കാണിക്കുന്നത് ഇതും ഒരു സിഗ്മ മെയിലിൻ്റെ റിയൽ ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലെ ചെയ്ത് തൻ്റെ എതിരാളികളെ ഇവർ അവരുടെ ട്രാപ്പിൽ വീഴ്ത്തും. കാരണം നിങ്ങൾ വീക്കാണെന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഒപ്പോണൻറ്റ് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. ഇത് നിങ്ങൾക്ക് ഫേവർ ചെയ്യും. കാരണം നിങ്ങളുടെ ഒപ്പോണൻറ്റ് അധികം പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ലാഘവത്തോടു കൂടിയായിരിക്കും നിങ്ങളെ നേരിടാൻ ഇറങ്ങുക.
അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ ശരിക്കും സ്തംഭിച്ചു പോകും. ഫ്രണ്ട്സ്, ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പവേഴ്സിനെ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. സോ ഒരു റിയൽ ഡേഞ്ചറസ് മാൻ ഇത്തരം സിറ്റുവേഷൻസിൽ തന്നെ സ്വയം വീക്കായിട്ട് കാണിക്കും. അവർ ഒരിക്കലും അവരുടെ പവേഴ്സിനെ ഈഗോ ആയിട്ട് കാണിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഒരു ഡേഞ്ചറസ് മാൻ വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് തൻ്റെ സ്ട്രെങ്ത്തിനെ പുറത്ത് കാണിക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ അപ്പോൾ അയാൾ തീർച്ചയായിട്ടും അത് ചെയ്യും. ഒരിക്കലും തൻ്റെ വീക്ക്നെസ്സിനെ പുറത്ത് കാണിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് ഡീലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ഡീല് വളരെ അത്യാവശ്യമാണ്. എന്നാലും നിങ്ങളവിടെ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് കാണിക്കണം. ഈ ഒരു ഡീല് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾക്ക് വേറെയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തോ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ആവശ്യമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.